ഞാനിന്നുണ്ടാക്കിയത് ഒരു സ്നാക്സാണ്. അവലിൻ്റെ ഒരു സ്നാക്സാണ്. പൊട്ടറ്റോ പോവേ എന്ന് പറയും. ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് പൊട്ടറ്റോ, ഒണിയൻ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വറുത്ത കപ്പലണ്ടി, അവൽ എന്നിവയാണ്. ആദ്യമായിട്ട് അവലിനെ നമുക്ക് കഴുകി വെള്ളമൊഴിച്ച് കഴുകി ഊറ്റി വാരി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പാത്രം വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മുമ്പേ ഫ്രൈ ചെയ്ത് മാറ്റണം. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെച്ച് ഒരു ചെറിയ ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഫ്രൈ ചെയ്ത് മുക്കാൽ ഭാഗം വേവാകുമ്പോൾ അതിനെ കോരി മാറ്റുക. അതിനുശേഷം കടുക് ഇട്ട് മറ്റരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇവയൊക്കെ ആഡ് ചെയ്ത് വറുത്തതിന് ശേഷം കപ്പലണ്ടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്സാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്സിനോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്സാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. നമുക്ക് കടുകിട്ട് മറ്റുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് കപ്പലണ്ടിയും വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റയും കൂടെ ചേർത്ത് വഴറ്റി അതിന് ശേഷം നമുക്ക് മസാല ആഡ് ചെയ്യണം. മസാല എന്ന് പറയുന്നത് അവലിൻ്റെ പാക്കറ്റിൻ്റെ കൂടെ എനിക്ക് മസാല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ 250 ഗ്രാം പവയാണ് എടുത്തിരുന്നത്. അപ്പോൾ 250 ഗ്രാമിന് പകുതി മസാല ഞാനിതിനകത്ത് ആഡ് ചെയ്തു. മസാല പാക്കറ്റിൽ വരാത്തവർക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും വേണമെങ്കിൽ മുളക് പൊടി വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം. ഇല്ലാത്തവർക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്വല്പം നാരങ്ങാനീരും സ്വല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് മസാല ആക്കിയതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പൊട്ടറ്റോയും കൂടെ ചേർത്ത് ഇളക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർക്കണം. അവൽ ചേർത്തതിന് ശേഷം വൃത്തിയായിട്ടൊന്ന് ഇളക്കണം. അവൽ ചേർത്ത് 2-3 പ്രാവശ്യം നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ അല്പം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അതിന് ശേഷം മല്ലിയിലയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്.